അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് വീട്ടിൽ നിന്ന് പിശാചിനെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു ഖുർആനിക മാർഗത്തെക്കുറിച്ചിട്ടാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള പല ആൾക്കാരും ഈ പിശാചുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പിശാചിനെ തുരത്താൻ വേണ്ടിയിട്ടും ഈ പിശാച് നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യവുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. പിശാചിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീടാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ വീട്ടിലുള്ളവർ തമ്മിൽ പ്രശ്നങ്ങൾ, അതായത് വഴക്ക് വർദ്ധിക്കാനും ഇടയുണ്ട്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പേടി സ്വപ്നം കാണുക, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക, ഇങ്ങനെ തുടങ്ങിയ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിലുള്ളവർക്കുണ്ടാവും. വീടുകളിലൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഒന്നും ചെയ്യാൻ തോന്നില്ല, നിസ്കരിക്കാൻ തോന്നില്ല, ഓതാൻ തോന്നില്ല. അങ്ങനെ പിശാചുമായി നമ്മുടെ വീട്ടിൽ പിശാചിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിനോടൊരു നമുക്കെന്താ പറയുക, ഒരു മടി തോന്നുക, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ നമുക്ക് ഈ പിശാച് നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് തോന്നും. വീടുകളിൽ നിന്ന് പിശാചിൻ്റെ സാന്നിധ്യം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയുന്നത്. നമ്മൾ സാധാരണയായി പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന കുന്തിരിക്കം, സാമ്പ്രാണി, കിരിയാത്ത് തുടങ്ങിയ ഈ 3 സാധനങ്ങളുണ്ടല്ലോ, ഇത് 3ഉം അല്പം വാങ്ങിയിട്ട് 3ഉം കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് പൊടിച്ചെടുക്കുക. ശേഷം ഇത് ചെയ്യേണ്ടത് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലാണ്. ഇതിന് ശേഷം സൂറത്തുൽ ആൽ ഇമ്രാനിലെ 154-ാമത്തെ ആയത്ത് 21 തവണ ഓതുക. ഓരോ തവണ ഓതി കഴിയുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് പൊടിച്ചു വെച്ചതിൽ മന്ത്രിക്കുക. ഇങ്ങനെ ഒരു ദിവസം ചെയ്തു വെച്ചാൽ മതി. ഇങ്ങനെ 21 ദിവസം നമ്മൾ പുകയ്ക്കുക. 21 ദിവസം പുകയ്ക്കാൻ 21 ദിവസം നമ്മളിങ്ങനെ ഓരോ ദിവസം മന്ത്രിച്ച് വെക്കണമെന്നില്ല. ഒരു ദിവസം ഒരുമിച്ചെടുത്തിട്ട് മന്ത്രിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ ദിവസത്തേക്കുള്ളത് എടുത്തിട്ട് പുകയിച്ചാൽ മതി. പുകയ്ക്കുന്ന സമയത്ത് നമ്മൾ ബാത്റൂം ഒഴികെ ബാക്കി എല്ലാ സ്ഥലവും പുകച്ചെടുക്കുക. ഇങ്ങനെ പുകച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളുടെ മണം പിശാചിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ പിശാച് ആ വീട്ടിൽ നിന്ന് പോകും. പിശാചിൻ്റെ ശല്യവും നമുക്ക് നീങ്ങിക്കിട്ടും. പിശാചിൻ്റെ ശല്യം നീങ്ങിക്കിട്ടിയാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു എനർജി അനുഭവപ്പെടും. തുടർച്ചയായി 21 ദിവസമാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് വീടുകളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഖുർആനികമായിട്ടുള്ള ഈ മാർഗമൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ വീട്ടിലെ പൈശാചികപരമായിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും എല്ലാവർക്കും രക്ഷ കിട്ടും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.